മട്ടുപ്പാവിൽ മലർന്നു കിടന്ന് താരാപഥങ്ങൾ നോക്കുമ്പോ, മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ നോക്കുമ്പോ, അരിമണികൾ വാരി വിതറിയ പോലെയുള്ള നക്ഷത്രങ്ങൾ നോക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനമായ ഒരു കാര്യം, ആ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പടച്ചവനെയാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അത് യേശുക്രിസ്തുവിന് മുമ്പ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ, അത് അബ്രഹാം പ്രവാചകന് മുമ്പ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ, അത് ആദാം പ്രവാചകന് മുമ്പ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ, അത് ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരെ മുഴുവനും സൃഷ്ടിക്കുന്നതിന് മുമ്പ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ, ആ പ്രകാശിപ്പിച്ചതിനെ സൃഷ്ടിച്ചവൻ ആരാണോ അവനാണ് പ്രപഞ്ചത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് സഹോദര വർഗീയത? ഇനി നോക്കൂ നിങ്ങൾ, ശേദശേദരോപനിഷത്തിൽ, ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ 108 സുപ്രധാനമായ ഉപനിഷത്തുക്കളാണുള്ളത്. അതിൽ ശേദശേദരോപനിഷത്തിലെ ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ്. ഞാൻ എന്റെ തുടക്കത്തിൽ ഉദ്ധരിക്കുകയുണ്ടായത്, തമീശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ച ദൈവതം പദീം പദീനാ പരമം പരസ്താത് വിധാമദേവം ഭുവനേശമേഢ്യം.